ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അമ്മച്ചിയുടെ നമ്മൾ എന്തായാലും ഇന്ന് എസ്കേപ്പ് ആകും. നമ്മൾ ഫ്രണ്ട് ഡോർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം നിരത്തി അങ്ങ് ചെയ്തേക്ക്. ഒന്ന് ചെയ്തേക്കടെ, ചെറിയൊരു ആഗ്രഹമല്ലേ. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, കളി തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്ന് ഡോർ എസ്കേപ്പ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഡേ 1 എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. എന്ത് അടക്കം ഗ്രാനി അമ്മച്ചിയുടെ വീട്ടിൽ നമ്മൾ എണീറ്റിട്ടുണ്ട്. ഈ വീടൊക്കെ കണ്ടിട്ട് എത്ര നാളായി. ഇത് നമ്മുടെ ബുക്ക് ഇട്ടിട്ടുണ്ട്. ആ ബുക്കും എടുത്ത് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. ഇവിടെ കേറിച്ചെന്നത് അമ്മച്ചിയുടെ വായിലോട്ട് ഇറങ്ങി ഓടിക്കോ. അല്ല, ഇത് ഇവിടെ കിടക്കട്ടെ, നമുക്ക് ഇത് ആവശ്യമുണ്ട്. കാർക്കി കിട്ടി ഗൈസ്, നമുക്ക് കാർക്കി കിട്ടി. എളുപ്പമായിരിക്കുന്നു, കളി എളുപ്പമായിരിക്കുന്നു. കാറിനകത്തുനിന്ന് എന്ത് കിട്ടും? നമുക്ക് ഡോർ എസ്കേപ്പ് ആണ്. വല്ല സ്പാർക്ക് പ്ലഗും കിട്ടിയാൽ ഞാൻ അടിച്ചു പൊളിക്കും. ആദ്യം തന്നെ നമുക്ക് അമ്മച്ചീനെ ഉറക്കാം. നമുക്ക് ഇവിടെ വന്ന് നിൽക്കാതിരിക്കും നല്ലത്. അമ്മച്ചി വരുന്ന നമുക്ക് അറിയാൻ പറ്റും. അമ്മച്ചി വരുന്നുണ്ട്. ഓക്കേ, അമ്മച്ചി വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെ വരുന്നു. കിട്ടി. അമ്മച്ചി വന്ന ഉടനെ കതകടച്ച് പൂട്ടണം. ഓക്കേ, അയ്യേ കളവി അമ്മിപ്പോയി. ഗ്രാനി അവിടെ കിടക്കുന്ന സമയം ചാകുന്ന സമയങ്ങളും കൂട്ടി ഇഷ്ടം പോലെ സമയം കിട്ടും. ഏകദേശം 3 മിനിറ്റ് കിട്ടും. ഓക്കെ, ഇപ്പൊ തന്നെ 1 മിനിറ്റ് കഴിഞ്ഞു. നാളു ബുക്ക് എങ്ങനെയായിരുന്നു കളി തന്നെ ഞാൻ മറന്നുപോയി. കുറെ നാളായി ഗ്രാനി കളിച്ചിട്ട്. ഗ്രാനീനെ പൂട്ടിയെടുത്ത് കാർക്കി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കാർക്കി എടുത്ത് നമുക്ക് തുറന്നു നോക്കാം. കാർ എസ്കേപ്പ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം, അതാണ് നല്ലത്. എന്ത് കീ? ഓക്കെ, കീ കിട്ടി. ഇവിടെ അല്ലേ ഇത്. ഓ, ഹാമർ കിട്ടിയിരിക്കുന്നു നമുക്ക്. ഹാമർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. 4 കൈയൊക്കെ വേണം ഇപ്പൊ ഗ്രാനി കളിക്കാനായിട്ട്. ഓക്കെ, അവിടെ കിടക്കൂ. ഇഞ്ചി പാർട്ട് ആർക്ക് വേണം? നമുക്ക് വേണ്ട ഇഞ്ചി പാർട്ട്. ഐ നീഡ് സംതിങ് ഗുഡ്. ഗ്രാനി അമ്മച്ചി ഇവിടെ നിന്ന് സ്പോണായിരുന്നാ മതിയായിരുന്നു. ഇനി ഗ്രാനി അമ്മച്ചി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതേ വന്നു. ഇതിനകത്ത് എന്ത് കയറി ഗ്രാനി അമ്മച്ചി? കിടന്നോ അവിടെ. ഇനി നമുക്ക് ഏറ്റവും മേളിൽ പോകാം. ഏറ്റവും മേളില് അവിടെ ചെറിയ പണിയൊക്കെ ഉണ്ട്. അറിയാലോ, നിങ്ങൾ ഗ്രാനി കളിക്കുന്ന പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗ്രാനിയുടെ വീട്ടിൽ എത്ര പൂട്ടുണ്ടെന്ന്. എന്നാ കാണിക്കാനാണ് എത്ര പൂട്ട് വെച്ചേക്കുന്നതെന്ന് ആർക്കറിയാം. ഗ്രാനി അമ്മച്ചി നമ്മളെ പേടിച്ചാ വെച്ചതെങ്കിൽ നമ്മളതും പൊളിച്ചു പോവും. ഇതല്ല, ഇതിനപ്പുറം ചാടി കിടന്നതാണ് നമ്മള്. മീറ്റ് ഉണ്ട് ഇവിടെ. അയ്യോ, ഞാൻ ഇപ്പോൾ നേരെ എടുത്ത് ചാടിയാന്. ഇങ്ങനല്ലേ ഇത്. മറ്റേ കീ ഉണ്ട്, നമുക്ക് പതിയെ പോയി ഹാമർ എടുത്തോണ്ട് വരാം. ഇത് പൊളിച്ചു. നമുക്ക് മറ്റേ സാധനം വേണം. ഇത് എടുക്കണമെങ്കിൽ കട്ടിംഗ് പ്ലെയർ വേണം. സൂക്ഷിച്ചും കണ്ടും വേണം ഇവിടെ നടക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരെ നിലത്തോട്ടാ. കക്കൂസിൽ എന്തെങ്കിലും വീൽ ക്രാങ്ക് ആണുള്ളത് ഇവിടെ. എന്തായാലും നമ്മുടെ വെപ്പൺ കീ നമ്മുടെ ഇവിടെ ആയിരിക്കും. സ്പൈഡർ കീ ഇട്ട് തുറക്കുന്ന അവിടെ. എന്നാൽ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരായിരുന്നു. അമ്മച്ചി വന്നില്ലായിരുന്നെങ്കിൽ പോകായിരുന്നു. അമ്മച്ചി ആയിരിക്കണം ഇവിടെ എല്ലാം പൂട്ടി വെച്ചിട്ട് പോയത്. സീനില്ല, നമുക്ക് പോകാം. അമ്മച്ചി പെട്ടെന്നൊന്നും ചാടി വരല്ലേ. ചേരം വെയിറ്റ് ചെയ്യും അമ്മച്ചി. പെട്ടെന്ന് ചാടി വരല്ലേ. എനിക്ക് ഗ്രാനി അമ്മച്ചിയെ പേടിയാ. അവിടെ 1 എന്നാണ് കാണിച്ചിരുന്നത്. ഓക്കെ, ഗ്രാനി വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് പോയേക്കാം. ഓക്കെ, നമ്മൾ നിലത്തോട്ടെടുത്ത് ചാടി. ഞാൻ പറഞ്ഞില്ലടാ, ഗ്രാനി ഇനി പോയാകും. നമ്മളിനി ഗ്രാനിയെ തീർക്കും. നമുക്ക് വെപ്പൺ കീ കിട്ടിക്കഴിഞ്ഞു. ഒച്ചക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ട് സൗണ്ട് ഞാൻ ഇച്ചിരി കൂട്ടട്ടെ. എനിക്ക് ഇച്ചിരി കൂടെ പേടിക്കാനുള്ളതാ. അങ്ങനെ നമ്മൾ ഗ്രാനിയെ ബോധം കെടുത്തിയിട്ട് ഗണ്ണെടുത്തു. സ്ലിംഗ് ഷോട്ടോ അങ്ങനെ ഉണ്ടല്ലോ സാധനത്തിന്റെ പേര്. ഇവിടുന്ന് വെടിപ്പിച്ചിടാത്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ കിട്ടിയിരിക്കുന്നു. നമുക്ക് അവിടെ പോയി തുറന്നിട്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് നമുക്ക് അണ്ടർഗ്രൗണ്ടിലോട്ടൊന്ന് പോകണം. മാക്സിമം എല്ലാം നമുക്ക് തുറന്നിട്ടിട്ട് വേണം പോകാൻ. എന്ത് കിട്ടും? പ്ലേ ഹൗസ് കീ ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുണ്ടോ? ഇവിടെ ഇരിക്കട്ടെ തൽക്കാലം. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് തുറക്കാം. ബുള്ളറ്റും പോരട്ടെ. ബുള്ളറ്റും കയ്യിലെടുത്ത് ഇതിലെങ്ങാണ്ട് അണ്ടർഗ്രൗണ്ടിൽ പോകുന്നേ. ഗ്രാനിയുടെ വീടിന്റെ വഴിയൊക്കെ ഞാനങ്ങ് മറന്നു. ഇനി പുതിയ വല്ല അപ്ഡേറ്റും വന്നിട്ടുണ്ടോ എന്ന് ആർക്കറിയാം ഈ ഗെയിമില്. ഇവിടെ വെച്ചാണ് നമുക്ക് വെടി വെക്കേണ്ടത്. ഇച്ചിരി പൊക്കിയിട്ട് വേണം ഷൂട്ട്. ഞാൻ പറഞ്ഞില്ലേ, കാർ ബാറ്ററി ആർക്ക് വേണോ ഈ സാധനം നമുക്ക് കയ്യിലെടുത്താ. ഇത് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഗ്രാനി അമ്മച്ചി വന്നു കഴിഞ്ഞാൽ പൊഹഞ്ഞോളും. നമ്മുടെ ഫെർട്ടിലൈസറോ സാധനത്തിന്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞോണ്ടല്ലോ. ഗ്രാനി അമ്മച്ചി ഇങ്ങനെ വരുമോ ഇങ്ങോട്ട്? കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കാം. അമ്മച്ചി, എന്താ സംഭവിച്ചേ? വരുന്നുണ്ട്. അയ്യോ, ചാക്. ചത്ത്. ഓക്കേ. അയ്യോടാ, എടാ ഞാനിനി എങ്ങനെ പോവും? ഞാനെങ്ങനെ പോവും? ഇത്ര ഉള്ള പരിപാടി. നമ്മളാണോ കിളവിയുടെ ഇത്? ഏത് അത്?
ഇനി നമുക്ക് ഇതിന്റെ ആവശ്യം ഇല്ലെന്നാ തോന്നുന്നത്. ഇനി നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഓ, ഇപ്രാവശ്യം കോഡ് വേണ്ട കേട്ടോ. ഇവിടെ ഇപ്രാവശ്യം കോഡിന്റെ ആവശ്യമില്ല നമുക്ക് തുറക്കാൻ. നമ്മുടെ ഈ സാധനം കിട്ടിയായിരുന്നു നേരത്തെ. അത് എവിടെ കൊണ്ടിട്ട് ഞാൻ മറ്റേ ഗ്രാനീനെ കൊന്നിട്ടേക്കുന്ന ആ സ്ഥലത്ത്. തൽക്കാലം ഇത് ഇവിടെ കിടക്കട്ടെ. ഓടിച്ച് ഞാൻ എടുത്തോണ്ട് വരാം. അതേ കിടക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇറങ്ങാം. പൊളിക്കോ, ഓടിക്കോ. അയ്യോ, ഇതിവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ ബുള്ളറ്റ് എന്തി അതേ പോയി കിടക്കുന്നു. അവിടെ ബുള്ളറ്റ് കിട്ടി. ഇനി നമുക്ക് കുറച്ച് ഒച്ച ഉണ്ടാക്കാം. ഗ്രാനിയമ്മച്ചി ഇങ്ങോട്ട് ഓടി വരും. ഇങ്ങോട്ട് വരേണ്ടതാണ്. ഈ സമയം കൊണ്ട് ഗ്രാനിയമ്മച്ചി എണീറ്റോന്ന് അറിയത്തില്ല. അതേ വരുന്നു. വരി വേണ്ടേ പോ. ഇനി എന്തോ ചെയ്യണം? ഇനി നമുക്ക് പാഡ്ലോക്ക് വേണം, കട്ടിംഗ് പ്ലേയേഴ്സ് വേണം, മാസ്റ്റർ കീ വേണം. ഈ 3 സാധനങ്ങൾ മതി. എനിക്ക് തോന്നുന്നത് കോഗ്വീലിട്ട് തുറക്കത്തില്ലേ, ആ സ്ഥലത്തായിരിക്കും മറ്റേ ഇത് കിട്ടുന്നത്, മാസ്റ്റർ കീ. അവിടാണ് കൂടുതലും കാണുന്നത് മാസ്റ്റർ കീ. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സ്ഥലം മറ്റേ എലവേറ്റർ ആണ്. ഇവിടെ അണ്ടർഗ്രൗണ്ടില് മറ്റേ സ്പൈഡർ അമ്മച്ചിയുള്ള സ്ഥലത്ത് ഇവിടെ കിടക്കട്ടെ. ഞാൻ അടുത്ത കോഗ്വീൽ എടുത്തോണ്ട് വരണം. നമുക്ക് സ്പീഡ് ഇല്ലേ ഗെയിമില്? അത് മറ്റേ നമ്മളെ ഗ്രാനി അടിക്കുന്ന അനുസരിച്ചിരിക്കും സ്പീഡ്. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. റിമോട്ട് കൺട്രോൾ ദേ ഇരിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും കിട്ടുമോ? ഓഹോ, നമുക്ക് പണി അങ്ങനെ ഈസി ആയെന്നാ തോന്നുന്നു. ബേഡ് സീഡും ദേ ഇരിക്കുന്നു. എടാ, ഞാൻ നേരത്തെ ഇതിലൂടെ വരണ്ടായിരുന്നു കേട്ടോ. ഇതിവിടെ കിടക്കട്ടെ. മണി അടിച്ചു വെച്ചും പോകാം. ഓക്കെ, ഞാൻ മണിയും കുന്ത്രാട്ടം എല്ലാം അടിച്ചിട്ടുണ്ട്. ബേഡ് സീഡും എടുത്ത് നമുക്ക് സ്ഥലം വിടാം. ആദ്യം തന്നെ നമുക്ക് പോയി മറ്റേ സംഭവം ചെയ്യാം. കട്ടിംഗ് പ്ലെയർ എടുത്തോണ്ട് വരാം. എന്നിട്ട് ഇതിന്റെ പരിപാടി തീർക്കാം. അയ്യോ, ഞാൻ ചത്തു. ഞാൻ എൻ്റെ ദേഹത്ത് തന്നെ ഇട്ടു. അമ്മച്ചി ഇപ്പം ഇങ്ങോട്ട് വരരുത്. അമ്മച്ചി പെട്ടു. പെട്ടടാ. അമ്മച്ചി വീണ്ടും പെട്ടടാ. പോ അമ്മച്ചി. നമ്മളോടാ അമ്മച്ചിയുടെ കളി. ആരാ നമ്മള്? ഈ സാധനം കട്ട് ചെയ്തോ? ഇങ്ങനെ കണ്ടല്ലേ. ഇനി അവിടെ നിന്നും വേറെന്തോ കെട്ടിയണല്ലോ. ഇത് കെട്ടിയണോ നമ്മള്? ഇത് തന്നെ. നമുക്ക് മേളിൽ സേഫ് കീ എടുക്കാനുണ്ട്. അത് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് താഴെ പോയി തുറക്കാം. ആവശ്യമില്ലാത്ത എന്തെങ്കിലും കിട്ടിയാലോ. ഗ്രാനീന് ഞാൻ 10 പ്രാവശ്യം വെടിവെക്കും. എടാ, റെസ്റ്റ് പാഡ്ലോക്ക് ആർക്കും വേണോടാ. നമ്മൾ ഇത് അൺലോക്ക് ചെയ്തു. ഇനി പാഡ്ലോക്കിയും മാസ്റ്റർ കീയും മാത്രം മതി. ഓ എടാ, ഇത് മറ്റേ സാധനം ഗണ്ണ് ഇവിടെ സേഫ് ആയിട്ട് വെച്ചേക്കാം. അല്ലെങ്കിൽ ഗ്രാനി വരുമ്പോ പെട്ടെന്ന് എനിക്ക് ഗണ്ണ് എടുക്കാൻ പറ്റിയാലോ. അതാണ് പ്രശ്നം. ഇതിലൂടെ നടന്നു പോയി മറ്റേ ഈ സാധനം തുറക്കാം. പ്ലേ ഹൗസ് കോഗ്വീല് തന്നെ ഇടണം. ഓ, മാസ്റ്റർ കീ. ഞാൻ പറഞ്ഞില്ലേ മാസ്റ്റർ കീ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും. ഇനി എന്തായാലും നമ്മുടെ പാഡ്ലോക്ക് ഇവിടെ ആയിരിക്കും. എലിവേറ്ററില് അമ്മച്ചി മേളിലുണ്ട്. അമ്മച്ചി മേളിൽ എന്ന് പറഞ്ഞാൽ കോർട്ട്യാർഡിലുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇത് പോയി അൺലോക്ക് ചെയ്യാം. ഇവിടെ കട. നമുക്കിതുവരെ അമ്മച്ചിയുടെ ചേസിംഗ് മ്യൂസിക് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. കേട്ട് ബോധം കേട്. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോവാടാ. ആ സ്ഥലം പോകാൻ ഭയങ്കര പാടാടാ. ഏറ്റവും പാടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാടുള്ള സ്ഥലം. ഇവിടുന്നൊക്കെ സാധനം കയറി വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും പോണം. ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി. ഓക്കെ, നമുക്ക് ഇതാദ്യം ഇടയ്ക്ക് ആദ്യം തുറ. ഒന്നല്ലായിരുന്നു, ഒന്ന്. ഓക്കെ, ഒന്ന് തന്നെ. സ്പെഷ്യൽ കീ കിട്ടി. സ്പെഷ്യൽ കീ ഇട്ട് എന്ത് കിട്ടും? ഓക്കെ, ആ സാധനം പോയി. ഓടിക്കോ. എതിലേ വരും? എതിലേടാ വരുന്നേ? ഓടിക്കോ. എടാ, എനിക്ക് വന്ന മറ്റേ ഗേറ്റ് ഉള്ള സ്ഥലത്തായിരിക്കടാ മിക്കവാറും അവസാനം കിടക്കുന്നത്. മറ്റേ പാഡ്ലോക്ക് വെറുതെ ഇങ്ങനെ കിടക്കാറില്ല. എനിക്ക് വന്ന് ഇതിന്റെ പംകിന്റെ അകത്തോ, പംകിനല്ല, എനിക്ക് വന്ന് മെലന്റെ അകത്ത്. എടാ, ഗ്രാനിയമ്മച്ചി ചതിച്ചടാ. ഇനി നമുക്ക് പോകാം. കുന്തണം കിട്ടി. ഓടിക്കോ. അമ്മേ, ദേ വരുന്നു. അമ്മേ, അയ്യോ, മുട്ടത്തലയായിട്ട് വരുന്നു. ഓടിക്കോ. ഇതിനകത്ത് അടിക്കോ. കൈ ഇപ്പൊ നേരെ എടുത്ത് നിന്നിരുന്നെങ്കിൽ ചത്തേനെ നമ്മൾ. നാശം. ഞാൻ വീണ്ടും ഉടപ്പ് നിൽക്കുന്നു.
സൗണ്ട് കേൾക്കുന്നുണ്ട്, അങ്ങോട്ടൊക്കെ നടന്നു പോകുന്ന സൗണ്ട്. എവിടെ അങ്ങോട്ടൊക്കെ നിന്നു. ആ നമുക്ക് ഇങ്ങോട്ടല്ലേ പോകണ്ടേ? ഞാനതിനെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഓ സ്മൂത്ത് കളി. നമുക്ക് വിഞ്ച് കാൻഡിൽ കിട്ടി. ഇതാ മതിയെന്നാന്ന്. ഇനി അതെങ്ങോട്ടെങ്കിലും പോകുന്ന കണ്ടാലേ നമുക്ക് പോകാൻ പറ്റൂ. ഓടിക്കോ ഓടിക്കോ. ഞാൻ അങ്ങോട്ട് കയറി. ഇനി സൂക്ഷിച്ചും കണ്ട് കളിക്കണം. കിളവി ഇതിലും സീനാണ്. ഇതിട്ട് കറക്കാം. അങ്ങോട്ട് നോക്കിക്കൊണ്ട് കറക്കണം. ഗ്രാനിക്ക് കണ്ണ് ശരിക്കൊന്നും കാണുകയില്ല. അങ്ങൂന്ന് കണ്ടാലും ഗ്രാനിക്ക് നമ്മൾ മനസ്സിലാകത്തില്ല. ഗ്രാനിയെ കഥകിൻ്റെ അവിടെ നിന്നാലും നമുക്ക് കാണാൻ പറ്റുകയില്ല. അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല. മെലൻ കിട്ടി. എന്ത് കിട്ടും? മെലൻ ഇട്ട് മുറിച്ചാ. എടാ പാലിലോക്കി കിട്ടിയടാ. നമ്മൾ എസ്കേപ്പ് ആയടാ. അയ്യോ ഗായ്സ്, നമ്മൾ എസ്കേപ്പ് ആകാൻ പോവാണ്. അമ്മച്ചി പെട്ടെന്നൊന്നും കയറി വരരുത് അമ്മച്ചി, തേരും നമ്മൾ. തുറക്ക് ഓടിക്കോ. എസ്കേപ്പ് ആയിക്കോ. ഓ നമ്മൾ എസ്കേപ്പ് ആയി ഗായ്സ്. കാണാ അമ്മച്ചി വെളിയിൽ നിന്ന് നോക്കുന്നു. ഓഹോ ദേ എൻ്റെ. അയ്യോ അപ്പോൾ വീഡിയോ ഇത്ര വീഡിയോ ആണെന്നല്ല, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ.